മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ കൗതുകത്തോടെ കേട്ട ഒരു ഞെട്ടുന്ന വാർത്തയാണ്. കൊച്ചിയിൽ തീവ്രവാദ കൊലപാതക കേസുകളിലെ പ്രതികൾ മനുഷ്യാവകാശ സംഘടന രൂപീകരിച്ചതിൽ ആലുവ ASIക്കെതിരെയും അന്വേഷണം ഉണ്ടായിരിക്കുകയാണ്. സംഘടനയുടെ പരിപാടിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തതിനാണ് അന്വേഷണം. റൂറൽ SPക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും അവരുടെ നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സഹിൻ ആന്റണി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, അതൊരു വല്ലാത്ത വാർത്തയായി പോയി. ഈ NCHDR എന്ന് പറയുന്ന സംഘടനയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് ആലുവ ASIക്ക് മനസ്സിലായില്ലേ? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് നല്ല ടീമിനാണ്. കാര്യങ്ങളൊക്കെ ASIക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ ചില ആളുകൾ ASIയുടെ സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ടാണ് ASI ഈ പരിപാടിയിൽ പങ്കെടുത്തത്, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്, ക്ലാസ്സുകളൊക്കെ എടുത്തത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ആളുകളെ ഇങ്ങനെ ഗുണ്ടായിസം നടത്തുന്ന ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഇത്തരം സെറ്റിൽമെൻറ്റിലൊക്കെ ഭാഗമാകുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ആലുവയിലൊക്കെ പോലെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ASI ചെയ്യേണ്ട കാര്യം കൂടിയാണ്. കാരണം എന്നാലല്ലേ കൃത്യമായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്ന് ആക്ഷൻ എടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ ആക്ഷനിലേക്ക് പോലീസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ASIയെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ NCHRD എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനം സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. 2 കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള രാധാകൃഷ്ണൻ, പിന്നെ ലഹരിമരുന്ന് കേസിലെ ആ പ്രതികൾ, ഒപ്പം തന്നെ തീവ്രവാദ കേസിലെ പ്രതികൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സംഘടന രൂപീകരിക്കുകയും പിന്നീട് ഈ സംഘടന എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നൊക്കെ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായൊരു റിപ്പോർട്ട് ഇപ്പോൾ ആലുവ റൂറൽ SPക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. വിശദമായൊരു അന്വേഷണം ഇത് സംബന്ധിച്ച് വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആരെയൊക്കെയാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്, എന്തായിരുന്നു ഇവർ മുന്നിൽ കണ്ടിരുന്നത് എന്നത് സംബന്ധിച്ചും ആ പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിനിൽ, ശരി, അപ്പോൾ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ആലുവ ASIയുടെ സുഹൃത്തുക്കളാണ് ഈ ആളുകൾ എന്നുള്ളതാണ്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ സംഘടന എന്താണ്, ആരാണ് അതിന് പിന്നിൽ എന്നുപോലും അദ്ദേഹം അന്വേഷിച്ചില്ല എന്ന ചോദ്യം അദ്ദേഹത്തിനോട് സ്വാഭാവികമായും ഡിപ്പാർട്ട്മെന്റിൽ ചോദിക്കും. മറുപടി പറയാൻ അദ്ദേഹവും ഉത്തരവാദിയാണെങ്കിൽ ബാധ്യസ്ഥനാണ്.